ദിവസം കൂടുന്നിട്ട് 2 കുരു വെച്ച് കൂടുന്നു. ഇത് ഞാൻ ഇന്നലെ കുത്തിപ്പിടിച്ച് വിട്ട കുരുവാണല്ലോ. അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു 2 എണ്ണം. അടുത്ത ആഴ്ച റെൻസിയുടെ കല്യാണം, അതിൻ്റെ അടുത്ത ആഴ്ച രാജേഷ് അമ്മൻ്റെ വീട്ടിലെ പാല് കഴിച്ച്, ആ ആഴ്ച എന്നെ കോളേജിൻ്റെ ഗെറ്റ് ടുഗദർ. ഈ കുരുവൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ പോവും? എങ്ങനെങ്കിലും പോയിപ്പിക്കണം. വേണ്ടടി, അടുക്കളയിൽ ദോശ എടുത്ത് വെച്ചേക്കണം കേട്ടോ, പോയി കഴിക്കാൻ നോക്കും. ഇതെന്തോന്നാ ഇത്? കണ്ണുണ്ടോ നിനക്ക്? ദോശപ്പൊടി. അത് മനസ്സിലായി. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചേ? അതിനകത്ത് എണ്ണ. അമ്മ എനിക്ക് അറിയാൻ മേലാനായിട്ട് ചോദിക്കുക. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാണ്? ഈ എണ്ണ എല്ലാം കൂടെ എന്നെ കുടിപ്പിച്ച് അമ്മ എന്ത് ചെയ്യാൻ പോവാ? എന്റെ മോൻ കണ്ടോ? ഇതിനകത്തിന് കുരു വരാൻ വല്ല ഇടമുണ്ടോ? ചേടാ, അതിന് നിന്നെ ഇവിടെ ആര് നിർബന്ധിച്ച്? നീ വേണമെങ്കിൽ കഴിച്ചാൽ മതിയടി. നമ്മളെ പറച്ചിലായിട്ടാ ഞാൻ അങ്ങ് നിർബന്ധിച്ച് കഴിപ്പിക്കും പോലെ. കഴിഞ്ഞ ദിവസേ ആ രമേരെ മോളെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന ആ എണ്ണ പലഹാരമൊക്കെ ആര് തിന്നത്? ഇവിടെ ഞാനൊന്നും തട്ടില്ല, എല്ലാം തിന്നും ഇങ്ങിരുന്ന്. എന്നിട്ടൊരു പറച്ചില്, മുഖത്ത് കുരു കുരു. അതന്നല്ലേ വേണ്ടേ? ഞാൻ ഇന്ന് മുതൽ പറയാണ്, എനിക്ക് എണ്ണയുള്ള സാധനങ്ങളൊന്നും തരണ്ട, ഞാൻ കഴിക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, ചമ്മന്തിപ്പൊടി വേണമെങ്കിലേ ചമ്മന്തി അരയ്ക്കാൻ നോക്ക്. ഒരു ചമ്മന്തി അരച്ച് ദോശ വെച്ച് തിന്ന്. ചമ്മന്തിയാ ഞാൻ ഉണ്ടാക്കണോ? പിന്നെ ഞാൻ അരച്ചേർന്നോ? ഉണ്ടാക്കി കഴിക്കാം. പഞ്ചസാര വെച്ച് കഴിച്ചാൽ എന്തോ പുളിക്കും. How to get rid of pimples and scars. ഇതെടുക്കാം. ഹലോ, അപ്പോൾ നമ്മുടെ വീഡിയോ ഒരിടത്തും പോയിട്ടില്ല കേട്ടോ. ഞാനൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞാൽ ഉടനെ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒസിവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗ്ലൂട്ടത്തയോൺ ബിൽഡർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു ബോട്ടിലായിരിക്കും വരിക. ആൻഡ് ഇതിനകത്തുള്ളത് പിൽസ് ആണ് കേട്ടോ. നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന പിൽസ് ഇല്ലേ, അങ്ങനത്തെ പിൽസാണ് ഈ ഒരു ബോട്ടിലിനകത്ത് ഉണ്ടാവുക. ആൻഡ് ഇറ്റ്സ് മെയിൻലി ഫോർ നമുക്കൊരു യങ് ലുക്കിംഗ് ബ്രൈറ്റ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്തൊരു പ്രോഡക്റ്റാണ്. സോ നമുക്കറിയാമല്ലേ, നമ്മുടെ ഈ ഒരു പ്രായത്തിലെ കുട്ടികളുടെ മെയിൻ സ്കിൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത് പിമ്പിൾസ്, ആക്നി, സ്കാർസ്, ബ്ലാക്ക് മാർക്സ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണല്ലേ. സോ ഈ ഒരു പ്രോബ്ലംസിൻ്റെ ഒക്കെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറയാനുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒസിവൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് പ്ലാൻ ബേസ്ഡ് ഗ്ലൂട്ടത്തയോൺ ബിൽഡർ കൂടിയാണ് കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടത്തയോണിൻ്റെ നീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്കിന്നിൽ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ക്രിയേറ്റ് ആവും. ആ ഒരു റാഡിക്കൽസിനെതിരെ എല്ലാം ഗ്ലൂട്ടത്തയോൺ ഫൈറ്റ് ചെയ്ത് നമുക്കൊരു ഹെൽത്തി യങ് ലുക്കിംഗ് സ്കിന്ന് കിട്ടാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഗ്ലൂട്ടത്തയോണിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസും ഉണ്ടാക്കും. ഇനി ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. 18 വയസ്സിന് മുകളിലുള്ള മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് വെറും വയറ്റിൽ 1 or 2 പിൽസ് വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. മുലയൂട്ടുന്ന അമ്മമാർ, പ്രഗ്നൻറ്റ് ലേഡീസ്, അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. സോ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ ലവ് ചെയ്യുന്നവരാണ്, ബ്യൂട്ടി ലവേഴ്സാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യുക. ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ കാം ആൻഡ് ലവ് യുവർ സ്കിൻ. ഹായ്, എല്ലാവർക്കും റീനാസ് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുഖക്കുരു, അല്ലാന്നുണ്ടെങ്കിൽ പിമ്പിൾ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുഖങ്ങളിൽ റൗണ്ടിൽ കാണപ്പെടുന്ന ഒരു വസ്തു, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുഖങ്ങളിൽ പെണ്ണുമ്പോൾ എന്തോ പറയുന്നേ, സ്കിപ്പ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് എനിക്കറിയാം. വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സ്കിപ്പ്. ആദ്യം തന്നെ മുഖക്കുരു ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? മുഖത്ത് അഴുക്ക് വന്നിരിക്കുമ്പോഴാണ് മുഖക്കുരു ഉണ്ടാകുന്നത്. മുഖക്കുരു ഉണ്ടാവാതിരിക്കാനാണെങ്കിൽ നമ്മൾ എപ്പോഴും മുഖം കഴുകണം. മുഖം കഴുകണമെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഫേസ് വാഷോ സോപ്പോ ഉണ്ടാവണം. കാര്യം ഒന്നും അറിയണ്ട, പരിഹാരം പറയാ ചേച്ചി. ആടലോടകവും ആട്ടിൻ കാഷ്ടവും കുറച്ച് ഉപ്പുവെള്ളവും ചാലിച്ച് മുഖക്കുരുള്ള ഭാഗങ്ങളിൽ ഇട്ട് കൊടുക്കുക. നല്ല ആശ്വാസം കിട്ടും. പെട്ടെന്ന് തന്നെ തടുപ്പ് മാറി മുഖക്കുരു അപ്രത്യക്ഷമാവുന്നതായിരിക്കും. അയ്യേ, ഇത് വേണ്ട, ഇത് വേണ്ട, വേറെ. അതെ, ഇനിയാണ് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു മെത്തേഡ്. ഒരു ദിവസം കൊണ്ട് കുരു കയറ്റാം. കുറച്ച് തക്കാളിയും കുറച്ച് പച്ചമുളകും കുറച്ച് പഞ്ചസാരയും സമാസമം എടുത്ത് അരച്ച് മുഖത്ത് തേക്കുക. ഒരു ദിവസം കൊണ്ട് കുരു മാറുന്നതായിരിക്കും. ഒരു ദിവസം കൊണ്ട് മാറുമോ? അയ്യോ, ഇത് മതി, ഇത് മതി, ഇത് മതി. ഒരു ദിവസം കൊണ്ട് മാറിയാൽ ഞാൻ പൊളിക്കും. Hey girl. Hey. Hi da. Hi. Oh, you are looking so beautiful da. Oh really? Thank you. തന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താടാ? നോ, പറഞ്ഞില്ല. എടാ ഒന്ന് പറയടാ. നാടാ ഒന്ന് പറയടാ. എടാ ഇന്ദു ഒന്ന് പറയടാ. എന്നോട് ചോദിക്കരുത്. പ്ലീസ് പ്ലീസ് ഒന്ന് പറയടാ. തന്റെ രഹസ്യം എന്താ? ഞാൻ പറഞ്ഞിട്ടില്ല. പ്ലീസ് പ്ലീസ്. നിന്റെ മുഖത്തുള്ള കുരു പോകാനുള്ള മരുന്ന് ഞാൻ ചോദിച്ചു, നീ പറഞ്ഞില്ല. സോറിടാ, ഒന്ന് പറഞ്ഞടാ പ്ലീസ്. ഞാനിപ്പോ ചാടും.
ഇവിടെ വായി നോക്കി. ഓ എൻ്റെ ദൈവമേ, എൻ്റെ സൗന്ദര്യം എനിക്കൊരു ശാപമായോ. ഒരിക്കൽ ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും കേട്ടോ. എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം യൂട്യൂബിലെ ചേച്ചി. ചേച്ചി ചേച്ചി എന്താടാ എന്തോ ആലോചിച്ചോണ്ടിരിക്കണേ? ഓ പൊരിച്ച മീൻ്റെ മണം. കൺട്രോൾ. തക്കാളി ഇവിടെ അവിടെ കൊണ്ടുവച്ചേക്കണ. മീൻ പൊരിക്കുന്ന അമ്മ. എന്ത് കണ്ണൂടെ? എന്താ മീന? ചാള. നിനക്ക് വേണ്ടല്ല, ഞാൻ അവന് മാത്രം ഇട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കത്തില്ല. തീ കുറച്ച് വെച്ചിട്ടിരുന്ന് കരിയും നോക്കി. ഓ അല്ല, ഇതിരുന്ന തക്കാളി എന്തേ? നീ എങ്ങോട്ട് തക്കാളി ഇവിടെ കൊണ്ടുനോക്കി. എങ്ങോട്ട് എടുത്തോട്ട് പോകുന്ന നോക്കിക്കേ. അമ്മ ഒരെണ്ണം എടുത്തോട്ടെ അമ്മ. ഞാൻ യൂട്യൂബിൽ കണ്ട് തക്കാളി മൂത്തിട്ടാലേ മൂത്ത പാടും കുരുവും ഒക്കെ പോകുന്നു. കറി വെക്കാനുള്ള തക്കാളി കൊണ്ടുവെക്കണേ ഇവിടെ. അല്ലേ മിണ്ടാണ്ട് എടുത്തോണ്ടൊരു പോക്കോ നോക്കിക്കേ. അത് 3 എണ്ണം അങ്ങോട്ട് പോകും. ഉരുളക്കിഴങ്ങ്. അയ്യോ എൻ്റെ നടു. ഷേടാ, ഇവിടെ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങത് എങ്ങോട്ട് പോയോ എന്തോ. ആകെ ഒരു ഉരുളക്കിഴങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പാറിന് മലക്കറി അരിഞ്ഞ് വെക്കാൻ ചെയ്തല്ല. വേണ്ട കൊണ്ട് വെച്ചേക്കണം നോക്കിക്കോണേ. എൻ്റെ പൊന്നു പെങ്കൊച്ചേ, നിന്നെ കാരണം എനിക്ക് അടുക്കള ഒരു വക വയ്ക്കാൻ വയ്യാതായി. ഈ വയ്യാത്ത നടുവും വെച്ച് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് നോക്കാൻ ഒരിടവില്ല. ആ സാമ്പാറിന് മലക്കറി അരിഞ്ഞ് വെച്ചേക്കാണ്. നീ ഇതും വെച്ചോണ്ട് എന്തോന്ന് കാണിക്കും വേടി? ഇവിടെ മുഖത്ത് തേക്കാനായിരിക്കും. ഒരു പീസ് ആകെ ഒരു ഉരുളക്കിഴങ്ങാണുള്ളത് സാമ്പാർ വെക്കാൻ. കൊണ്ടുപോയി അടുക്കളയിലോട്ട്. അതിൽ നിന്ന് വല്ലതും ചീന്തിയെടുത്ത് നീ മുഖത്തോട്ട് തേക്കണം. മുഖത്തുനിന്ന് വരെ ഞാൻ തേപ്പിക്കും. ചേട്ടാ, ഈ കൊച്ചിനെ കൊണ്ട് വയ്യല്ല. തിന്നണ സാധനം എല്ലാം മുഖത്ത് വരി തേപ്പ്. അമ്മ, കുറച്ച് കടലപ്പൊടി വരുമോ മുഖത്തിടാൻ? ഓ എന്നാ മുളക് പൊടി ഉണ്ട്, കൊണ്ട് തേക്ക്. വേണ്ട. 1 മണിക്കൂർ കൊണ്ട് എൻ്റെ സ്കിൻ ഇപ്പം അങ്ങ് തിളങ്ങും. വാവ്, എന്താണെന്നറിയില്ല, ഇതുവരെ ഇല്ലാത്തൊരു തണുത്ത ഫീല്. കുരുവൊക്കെ ഇളവുന്നായിരിക്കും. അമ്മ യൂട്യൂബിലൊന്ന് നോക്കൂ, ഇത് മാറാൻ എന്തോന്ന് വഴിയുണ്ടെന്ന്. എത്ര കിട്ടിയാലും പഠിക്കരുത് കേട്ടോ നീ.